നരേന്ദ്രമോദി ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ചയിലേക്ക് ഉറ്റുനോക്കുകയാണ് ലോകം. 2 ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാഷിംഗ്ടണിലെത്തി. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക ആതിഥ്യ മന്ദിരമായ ബ്ലെയർ ഹൌസിലെത്തിയ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. US നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുൾസി ഗബാർഡുമായും മോദി കൂടിക്കാഴ്ച നടത്തി. അമേരിക്കയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി ചേർന്നു. ഡോക്ടർ സജിമോൻ, ഗുഡ് മോർണിംഗ്. ഇവിടെ ഗുഡ് മോർണിംഗ് ആണ്. അവിടെ എന്ത് നടക്കുന്നു എന്നറിയാൻ ഞങ്ങളൊക്കെ ഇന്നത്തെ പകൽ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ 2ാം ടേമിൽ അധികാരത്തിലെത്തിയ ശേഷം ഡൊണാൾഡ് ട്രംപ് കാണുന്ന 4ാമത്തെ പ്രധാനപ്പെട്ട നേതാവാണ് നരേന്ദ്രമോദി. ഇവർ തമ്മിൽ വളരെ വലിയ സൗഹൃദമുണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഈ 2ാമത്തെ ടേമിൽ അദ്ദേഹം വന്നതിന് ശേഷം, ട്രംപ് വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനങ്ങളും അല്ലെങ്കിൽ പ്രവർത്തനങ്ങളും ഒന്നും ഇന്ത്യക്ക് അത്ര അനുകൂലമല്ല. അതിപ്പോൾ താരിഫിന്റെ കാര്യത്തിലായാലും കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന കാര്യത്തിലായാലും ഒക്കെ. ആ സാഹചര്യത്തിലുള്ള കൂടിക്കാഴ്ച വളരെ പ്രധാനപ്പെട്ടതാണ്. പൊതുവെ എങ്ങനെയാണ് അവിടുത്തെ ഇന്ത്യൻ സമൂഹം ഈ കൂടിക്കാഴ്ചയൊക്കെ നോക്കിക്കാണുന്നത്? തീർച്ചയായും എല്ലാവർക്കും നമസ്കാരം. വാം ഗുഡ് മോർണിംഗ് ഫ്രം അമേരിക്ക. തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. എല്ലാവരും, ഇന്ത്യൻ അമേരിക്കൻ ജനതയും ഇന്ത്യയിലുള്ളവരും ഇവരുള്ളവരും ഒരുപോലെ ആകാംക്ഷയോടെയാണ് ഈ ഒരു കൂടിക്കാഴ്ച നോക്കിക്കാണുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് ഈസ്റ്റേൺ ടൈം ഇവിടെയുള്ള ആൻഡേഴ്സ് എയർബേസിലാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വന്നിറങ്ങിയത്. എയർപോർട്ടിലും പിന്നെ അദ്ദേഹം താമസിക്കുന്ന ബ്ലെയർ ഹൌസിലും ഉജ്ജ്വലമായ സ്വീകരണമാണ് ഇന്ത്യൻ മലയാളികൾ അദ്ദേഹത്തിന് കൊടുത്തത്. ആദ്യത്തെ മീറ്റിംഗ് അദ്ദേഹം തുളസി ഗബാർഡുമായിട്ടാണ് ഇന്ന് വൈകുന്നേരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കംപ്ലീറ്റ് ചെയ്തത് എന്നറിയാൻ കഴിയുന്നത്. തുളസി ഗബാർഡ് ഒരു ഇന്ത്യൻ അമേരിക്കൻ പൊളിറ്റീഷ്യനാണ്. അതോടൊപ്പം തന്നെ വളരെ കോൺട്രവേഴ്സ്യൽ ഇതുമായിരുന്നു. ഒരു നേരത്തെ ഡെമോക്രാറ്റ് ആയിരുന്നു, ഇപ്പൊ റിപ്പബ്ലിക്കൻ ആയി ഈ ഇലക്ഷനിൽ മാറി വന്ന ഒരാളാണ്. തുളസി ഗബാർഡ് ഇപ്പോഴത്തെ അമേരിക്കയിലെ നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറാണ് എന്നതൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം എടുത്തു പറയാനുള്ളത്, ട്രംപും നമ്മളെ എല്ലാവരും ഉറ്റുനോക്കുന്ന ട്രംപും അതോടൊപ്പം മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നാളെ വൈകുന്നേരമാണ്. അതായത് ഇവിടത്തെ ഇതിൽ പറയുകയാണെങ്കിൽ ഫെബ്രുവരി 13-ാം തീയതി വൈകുന്നേരം 4 മണിക്കാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇലോൺ മസ്കും മറ്റ് ബിസിനസ്സുകാരുമായിട്ടുള്ള മീറ്റിങ്ങുകളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ഏതായാലും വളരെയധികം വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു മീറ്റിംഗ് എന്ന് പറയാൻ പറ്റും. കാരണം ഇതിനു മുമ്പ് അമേരിക്കയെ പറ്റി പ്രൈം മിനിസ്റ്റർ മോദിയെ പറ്റി ട്രംപ് പറഞ്ഞിരുന്നത് വളരെ നൈസായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. പ്രൈം മിനിസ്റ്റർ മോദി എപ്പോഴും പറയുമായിരുന്നു മൈ ഡിയർ ഫ്രണ്ട് എന്നും പറയുമായിരുന്നു. എന്നാൽ പോളിസിയുടെ കാര്യത്തിൽ ട്രംപ് പലപ്പോഴും ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷനെ ട്രാഷ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം പലതവണ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്ത്യ ഈസ് എ ട്രേഡ് അബ്യൂസർ ബട്ട് മോദി ഈസ് മൈ ഫ്രണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഇവിടുത്തെ ഇമിഗ്രേഷന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂടിക്കാഴ്ചയ്ക്ക് കഴിഞ്ഞ വർഷവും അതിലെ കഴിഞ്ഞ തവണ കൂടിക്കാഴ്ച നടത്തിയതിനേക്കാളൊക്കെ വളരെയധികം വ്യത്യസ്തത വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. 4 ലെറ്ററിൽ നമുക്ക് സംഹരിക്കാൻ പറ്റും ഈ ഒരു കൂടിക്കാഴ്ച. എല്ലാവരും ഉറ്റുനോക്കുന്നത് TDTI, T for tariff, D for defense, and then T for technology and I for immigration. അപ്പം ഈ ടാരിഫും ഡിഫൻസും ടെക്നോളജിയും ഇമിഗ്രേഷനുമായിട്ടുള്ള കാര്യങ്ങൾ അധിഷ്ഠിതമായിരിക്കും ട്രംപ് മോദി കൂടിക്കാഴ്ച എന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്കറിയാം ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള നല്ലൊരു ട്രേഡ് പാർട്ട്ണർഷിപ്പ് ഉണ്ട്. കഴിഞ്ഞ 2 ദശകങ്ങളായിട്ട് അത് ഓരോ വർഷവും കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ 24 കണക്കെടുക്കുകയാണെങ്കിൽ ഏകദേശം 129 ബില്യൺ ട്രേഡ് ആണ് അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ളത്. അതിൽ ഇന്ത്യക്ക് അഭിമാനപ്പെടാം, കാരണം 48 ബില്യൺ സർപ്ലസ് ആണ് ഇന്ത്യയിൽ നിന്ന് നോക്കുമ്പം. അത് തന്നെയാണ് ഇത്തവണ ഒരു ലാഗ് ആയിട്ട് ഇവരുടെ ഡിസ്കഷൻ വരാനുള്ള ഒരു പോസിബിലിറ്റി. കാരണം ട്രംപ് എയിം ചെയ്യുന്നത് ഏതൊക്കെ രാജ്യവുമായിട്ടാണ് ട്രേഡ് ഡെഫിസിറ്റ് ഉള്ളത് അവർക്കൊക്കെ ടാരിഫ് അവരൊക്കെ എങ്ങനെ അമേരിക്കയെ ട്രീറ്റ് ചെയ്യുന്നോ അതേ നാണയത്തിൽ തിരിച്ചടിക്കണം, അല്ലെങ്കിൽ തിരിച്ച് ടാരിഫ് കൊണ്ടുവരണം എന്നുള്ള ഒരു പോളിസിയിലാണ് ട്രംപ് ഇപ്പം നിൽക്കുന്നത്, ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ടാരിഫിന്റെ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ ചർച്ചകൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യും എന്നുള്ളത് വളരെയധികം ആകാംക്ഷ നൽകുന്ന ഒരു പോയിന്റ് ആണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഇമിഗ്രേഷൻ ആണ്. ഇമിഗ്രേഷൻ വളരെയധികം സങ്കീർണമായിട്ടാണ് ഇപ്പോഴും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമിഗ്രേഷന്റെ കാര്യത്തിൽ പല രാജ്യങ്ങളുമായിട്ടും അമേരിക്ക ഒരു ഫൈറ്റ് നടത്തിയിരുന്നു. കൊളംബിയയുമായിട്ടും ബ്രസീലുമായിട്ടും കാനഡയുമായിട്ടും. അവരൊക്കെ അമേരിക്കയുടെ അയൽപക്ക ദേശങ്ങളാണ്. എന്നാൽ പോലും ട്രംപ് വളരെയധികം ഇത് സ്ട്രോങ് ആയിട്ടുള്ള നിലപാടെടുത്തു. എന്നാൽ ഒരു പരിധി വരെ കൊളംബിയ ഗവൺമെന്റ് ഒക്കെ അതിനെ ഡീൽ ചെയ്തു നല്ല രീതിയിൽ. അതോടൊപ്പം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് അതൊരു കോൺട്രവേഴ്സിയിൽ ചെന്ന് വീഴുകയും ചെയ്തു. അപ്പം ആ ഒരു സബ്ജക്ട് എന്തുമാത്രം ഈ ചർച്ചകളിൽ
വരും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഒരു പ്രതീക്ഷയുള്ളത് ചിലപ്പം ഈ പറഞ്ഞ ട്രേഡിന്റെയും ടാരിഫിന്റെയും ഡിഫൻസ് ടെക്നോളജിയുടെ ഒക്കെ കാര്യങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ മേ ബി ഈ ഒരു ഇമിഗ്രേഷൻ കാര്യം അണ്ടർപ്ലേ ചെയ്യുമോ എന്നുള്ളൊരു സംശയവും മീഡിയ വൃത്തങ്ങളിൽ ഇവിടെ പറയുന്നുണ്ട്. അതോടൊപ്പം എടുത്തു പറയാനുള്ളത് വെസ്റ്റേൺ മീഡിയയെ ഈ ഒരു വിസിറ്റിന് ഇന്ന് വലിയൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് കാണുന്നില്ല. കാരണം ഇവിടുത്തെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറയുന്നത് അമേരിക്കയും റഷ്യയുമായിട്ട്, അതായത് ട്രംപും പുടിനുമായിട്ട് ഏകദേശം 90 മിനിറ്റോളം സംസാരിച്ചു. അതുകൊണ്ട് യുക്രൈൻ റഷ്യ യുദ്ധത്തിലേക്ക് ഒരു വിരാമം അല്ലെങ്കിൽ ഒരു നെഗോഷിയേഷൻ തുടങ്ങാൻ പോവുകയാണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നത് കൊണ്ട് വെസ്റ്റേൺ മീഡിയ കൂടുതലും അതാണ് കവർ ചെയ്യുന്നത്. മോസ്റ്റ് ലൈക്ലി അത് മാറി നാളെ വരുമ്പോഴത്തേക്കും ട്രംപ് മോദി എന്നുള്ള അതിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഡോക്ടർ സജിമോൻ, ഇതുപോലെ ഇലോൺ മസ്കുമായുള്ള ഒരു കൂടിക്കാഴ്ച ഉണ്ടാവുമോ എന്ന് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. AI സമ്മിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഫ്രാൻസിൽ നിന്ന് അങ്ങോട്ട് പോയത്. ആ സമ്മിറ്റിൽ കോ ചെയർ ചെയ്തതിന് ശേഷം അങ്ങോട്ടുള്ള വരവാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയിലെ ഒരു ഈ പൊതുവെ ടെക്നോളജി സെക്ടറിൽ ഇന്ത്യ നൽകുന്ന ഒരു സംഭാവനയുണ്ടല്ലോ, അതൊക്കെ പരിഗണിച്ച് ആ തരത്തിലൊരു കൂടിക്കാഴ്ചയെ പറ്റി എന്തെങ്കിലും ചർച്ചകൾ കേൾക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇപ്പോൾ ഇവിടെ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇലോൺ മസ്കും ട്രംപുമായിട്ട് കൂടിക്കാഴ്ചയുണ്ട്. സമയം ഏതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ഒരു സ്കെഡ്യൂൾ നമ്മുടെ ഇല്ല. എന്നാൽ മീഡിയ വൃത്തങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ മസ്കും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യത്തിൽ എടുത്തു പറയേണ്ട ഒരു വിശേഷം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ട്രംപ് വന്നപ്പം AI മീൻസ് അമേരിക്ക ഇന്ത്യ എന്നാണ് പറഞ്ഞത്. AI മീൻസ് അമേരിക്ക ഇന്ത്യ, നോട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് പ്രൈം മിനിസ്റ്റർ മോദി അമേരിക്കയും ഇന്ത്യയുമായിട്ടുള്ള ആ ട്രേഡ് ബന്ധങ്ങൾ എന്തുമാത്രം സോളിഡ് ആണ്, എന്തുമാത്രം ഊഷ്മളമാണ് എന്നുള്ള ഒരു പ്രതീതിയായിരുന്നു കഴിഞ്ഞ തവണത്തെ സ്പീച്ചിൽ അദ്ദേഹം കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം AI മീൻസ് മസ്ക് ആണ്. അപ്പം മസ്കുമായിട്ടുള്ള കൂടിക്കാഴ്ച അത് ഏത് തലത്തിലേക്ക് പോകും അല്ലെ ഏത് തലത്തിലേക്ക് വരും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആകാംക്ഷയോടെ നോക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് എന്നുകൂടെ പറയാൻ ആഗ്രഹിക്കുക. ഡോക്ടർ സജിമോൻ, ഇന്നത്തെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ്? ഇപ്പം ഏതൊക്കെ സമയത്താണ് ഈ കൂടിക്കാഴ്ചകൾ നടക്കുന്നത്? ഇപ്പം മോദി ട്രംപ് കൂടിക്കാഴ്ചയൊക്കെ ഏത് സമയത്താണ്? ഒരു ഇന്ത്യൻ ടൈം നോക്കുകയാണെങ്കിൽ ഏത് സമയത്തായിരിക്കും? ഞങ്ങൾ എപ്പോഴാണ് കൂടുതൽ ശ്രദ്ധയോടെ അങ്ങോട്ട് നോക്കേണ്ടതെന്ന് അറിയാനാണ്. ഇപ്പോൾ ഇവിടെ 9:23 ഈസ്റ്റേൺ ടൈമാണ്, PM ആണ്, നൈറ്റ് ടൈമാണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാമുകളൊക്കെ ഏകദേശം വൈൻഡ് അപ്പ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം അദ്ദേഹം ഉറങ്ങാൻ പോകുന്നത് ബ്ലെയർ ഹൗസ് ആണ്. ബ്ലെയർ ഹൗസിന് അതിൻ്റെതായ ഒരു പ്രത്യേകതയുണ്ട്. 1942 ശേഷം അമേരിക്കയിലെ വൈറ്റ് ഹൗസ് വിസിറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ലീഡേഴ്സിനുള്ള ഹോം അവേ ഫ്രം ഹോം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അതൊരു 70,000 ചതുരശ്ര അടിയുള്ള വലിയൊരു ഒരു ബംഗ്ലാവാണ്, ഒരു ഇതാണ്. അത് വൈറ്റ് ഹൗസിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അപ്പം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആതിഥേയ വീടാണ് അത് പറയാൻ പറ്റും നമുക്ക്. നാളത്തെ ചർച്ച പ്രൈം മിനിസ്റ്റർ മോദിയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത് വൈകുന്നേരം 4 മണിക്കാണ്. 4 മണി 4 PM ഈസ്റ്റേൺ ടൈം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് അവിടെ വെളുപ്പിന് 5:30 ആയിരിക്കുമെന്ന് എനിക്ക് 5:30 ആണെന്ന് എനിക്ക് തോന്നുക. ഏകദേശം 12 മണിക്കൂറത്തെ ടൈം ഡിഫറൻസ് ആണ് ഇപ്പൊ നമ്മൾ തമ്മിലുള്ളത്. അതുകൊണ്ടിട്ട് അപ്പൊ നാളെ വൈകുന്നേരം നമ്മൾ, അതായത് ഞാൻ ഇവിടുത്തെ സമയം പറയുന്നത്, നാളെ വൈകുന്നേരം ഞാൻ ഇവിടെ ഇരിക്കും. അതായത് മോർണിംഗിൽ നിങ്ങളുടെ സമയത്ത് സംസാരിക്കുമ്പം പ്രൈം മിനിസ്റ്റർ മോദിയുമായിട്ടുള്ള മീറ്റിംഗ് കഴിഞ്ഞുള്ള സമയമാണ് ആ സമയത്ത്. അപ്പൊ ആ ഒരു സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ സ്പെസിഫിക്കേഷൻസും നമ്മൾ ഏതാണ്ട് ഈ സമയത്ത് സംസാരിക്കുമ്പോഴേക്കും ഏത് രീതിയിലാണ് ചർച്ചകൾ എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും എന്ന്